Good morning, children. Today we are moving to a new chapter, that is The School for Sympathy by Edward Verrell Lucas. Okay, school. What are the pictures that come to your mind when we pronounce this word? School. Yes, teachers, books, HM, classroom, playground, friends, etc. etc. And also, this is the center of learning where we acquire knowledge. Here, we are visiting a school, a different type of school, and find out how students learn and share their experiences. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ ടൈപ്പ് സ്കൂളിനെ പറ്റിയാണ്. സ്കൂൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന പിക്ചേഴ്സ്, അത് ടീച്ചേഴ്സാണ്, ബുക്സാണ്, HM, ക്ലാസ് റൂമുണ്ട്, പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ഇല്ലേ? അപ്പോൾ സ്കൂൾ എന്ന് പറയുന്നത് നമുക്ക് ഇറ്റ്സ് എ സെൻറ്റർ ഓഫ് ലേണിംഗ്, നമുക്ക് വിജ്ഞാനം പകർന്നു തരുന്ന, അറിവ് പ്രദാനം ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഒരു സ്കൂൾ, ഒരു പ്രത്യേക ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്കൂളിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ടേക്ക് പേജ് നമ്പർ 167, 167 അത് എടുക്കുക. വി ക്യാൻ മൂവ് ടു ഫസ്റ്റ് പാരഗ്രാഫ്. I had heard a lot about Miss Beam's school, but I did not get the chance to visit it till last week. When I arrived at the school, I saw a girl of about 12 with her eyes covered with a bandage being led carefully between the flower beds by a little boy of 8. She stopped and asked who it was that had come in, and he seems to be describing me to her. Then they passed on. Here, when the author reached at the school, he saw a girl about 12 years, seems to be blind, carefully led by a little boy of 8. When the author passed, she asked the boy about him. The boy described the author to her. നമ്മൾ കാണുന്നത് ഓതറിന് ഒരു കുറേ നാൾ കൊണ്ടുള്ള ആഗ്രഹമാണ് ആ സ്കൂൾ സന്ദർശിക്കണമെന്നുള്ളത്. കഴിഞ്ഞ ആഴ്ചയാണ് അതിനുള്ളൊരു അവസരം കിട്ടിയത്. അങ്ങനെ ഓതർ സ്കൂളിലെത്തി കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി, കണ്ണുകൾ കെട്ടിയ ഒരു പെൺകുട്ടിയെ ഒരു 8 വയസ്സുള്ള ഒരു ആൺകുട്ടി കൈ പിടിച്ചുകൊണ്ട് ഗാർഡനിൽ കൂടെ ഇങ്ങനെ നടക്കുന്നത് കണ്ടു. അപ്പോൾ ഓതർ പാസ് ചെയ്തപ്പോൾ ഈ പെൺകുട്ടി ആരാണ് പോയതെന്നും ആരാണ് ഇപ്പോൾ കടന്നു പോയതെന്ന് ഈ ആൺകുട്ടിയോട് ചോദിക്കുന്നത് ഓതർ കേട്ടു. അപ്പോൾ ആൺകുട്ടി കടന്നുപോയ ആളെ ഈ പെൺകുട്ടിക്ക് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയാണ് ഉണ്ടായത്. We can move to next paragraph. Miss Beam was all that I had expected, middle-aged, authoritative, kind and understanding. Her hair was beginning to turn grey and her round figure was likely to be comforting to a homesick child. Here we can see the principal of the school. പ്രിൻസിപ്പൽ, ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പലിനെയാണ് കാണുന്നത്. പ്രിൻസിപ്പലിൻ്റെ പേര് മിസ് ബീം. മിസ് ബീം എന്നാണ്. പിന്നെ മിസ് ബീമിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മിഡിൽ ഏജ്ഡ് ആണ്, അതോറിറ്റേറ്റീവ്, അധികാരത്തിൻ്റെ ഒരു ലുക്കുള്ളതാണ്, കൈൻഡാണ്, അണ്ടർസ്റ്റാൻഡിങ് ആണ്, ഒരു ദയുള്ള അങ്ങനെയുള്ള ഒരു അപ്പിയറൻസ് ആണ് അവർക്കുള്ളത്. ഹെയർ വാസ് ടേണിങ് ടു ഗ്രേ, അതായത് മുടി പതുക്കെ ഒന്ന് നരയ്ക്കണ പോലെ ആയിട്ടുണ്ട്. അങ്ങനെ ഒരു തടിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് മിസ് ബി. We can move to third paragraph. We chatted for a while when I asked her some questions about her teaching methods. When I heard her were simple, she said, "We teach only those things that are simple and useful to people. Spelling, adding, subtracting, multiplying, writing, etc. The rest is done by reading to them and giving them interesting tasks. They are practically no other lessons. I have heard so much," I said, "about the originality of your system." Miss Beam smiled. "Oh yes," she said, "I am coming to that." Then when author reached there, they chatted for a while. They talked each other. അവർ സംസാരിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചപ്പോൾ ഓതർ അവരുടെ സ്കൂളിനെ പറ്റി, ഈ മിസ് ബീമിൻ്റെ സ്കൂളിൻ്റെ സ്പെഷ്യാലിറ്റികളെ പറ്റി ചോദിക്കുകയാണ്. അപ്പോൾ മിസ് ബീം പറയാണ് അവരുടെ ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അതായത് എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത് സ്പെല്ലിങ്സ്, ആഡിങ് എന്ന് പറഞ്ഞാൽ കൂട്ടുക, സബ്സ്ട്രാക്റ്റിങ്, മൾട്ടിപ്ലൈയിങ് കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക,
ഹരിക്കുക, അതേപോലെ എഴുതാൻ ഇത്രയും മാത്രം കാര്യങ്ങളാണ് അവർ പഠിപ്പിക്കുന്നത്. ബാക്കിയുള്ളത് അവർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കളികളിലൂടെയും ചില വർക്കുകളിലൂടെയാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് പ്രാക്ടിക്കൽസ് ലെസൺസ് ആയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഓദറിന് അത് കേട്ടപ്പോൾ വളരെ ഇൻട്രസ്റ്റ് തോന്നി. അപ്പോൾ കൂടുതൽ ആ സ്കൂളിനെ പറ്റി അറിയാനായിട്ട് താല്പര്യം തോന്നി. മിസ് ബീം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. വി ക്യാൻ മൂവ് ടു 4th paragraph. The real aim of the school is not to teach thought but thoughtfulness, humanity, kindness and citizenship. That is the ideal I have heard. Happily, they are parents good enough to trust me to try and put it into practice. Look out of the window a minute, will you? അപ്പോൾ സ്കൂളിൻ്റെ റിയൽ എയിം ഓഫ് ദി സ്കൂൾസ് നോട്ട് ടു ടീച്ച് തോട്ട്, അതായത് ചിന്തകളെ പഠിപ്പിക്കുന്നതല്ല, ചിന്താശക്തി എങ്ങനെയാണ് ചിന്താശീലം വളർത്തിയെടുക്കുക, അതേപോലെ ഹ്യൂമാനിറ്റി മനുഷ്യത്വം, കൈൻഡ്നസ് ദയ, അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കുട്ടികളിൽ വളർത്തിയെടുക്കുക, അതാണ് ഈ സ്കൂൾ വഴി പഠിപ്പിക്കുന്നത്. മാത്രമല്ല ഈ സ്കൂളിന് പാരൻസിൻ്റെ നല്ല സപ്പോർട്ടും ഉണ്ട്. അതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് സ്കൂളിൽ ഇത് പ്രാക്ടിക്കലാക്കാൻ, അവരുടെ ഈ രീതി പ്രാക്ടിക്കലാക്കാൻ അവർക്ക് എളുപ്പമുണ്ട് എന്നുള്ള കാര്യവും മിസ് ബീം പറയാണ്. മിസ് ബീം എന്നിട്ട് ഈ ഓദറിനോട് പുറത്തേക്ക് ഒരു 5 മിനിറ്റ് നോക്കാൻ പറയാണ്. ഐ വെൻറ്റ് ടു ദി വിൻഡോ വിച്ച് ലുക്ക്ഡ് ഔട്ട് ഓൺ എ ലാർജ് ഗാർഡൻ ആൻഡ് പ്ലേഗ്രൗണ്ട് അറ്റ് ദി ബാക്ക്. What do you see? Miss Beam asked. I see some very beautiful grounds, I said. A lot of jolly children. But what surprises me and pains me too is that they are not at all healthy and active. As I came, I saw one poor little thing being led about because of some trouble with her eyes. And I know I can see 2 more in the same condition. While there is a little girl with a crunch and under the window watching the others to play. She seems to be a hopeless cripple. Then she asked ഓദർ എന്താണ് പുറത്ത് കാണുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഓദർ പുറത്തേക്ക് നോക്കിയപ്പോൾ ഹി സോ എ ലോട്ട് ഓഫ് ജോളി ചിൽഡ്രൻ, എ ബ്യൂട്ടിഫുൾ ഗാർഡൻ എക്സെട്ര. പക്ഷേ ഓദറിനെ എന്താണ് വേദനിപ്പിച്ചത് എന്ന് വെച്ചാൽ വാട്ട് പെയിൻസ് ഹിം ലോട്ട് ഈസ് ദാറ്റ് ദീസ് ചിൽഡ്രൻ ആർ നോട്ട് അറ്റ് ഓൾ ഹെൽത്തി ആൻഡ് ആക്റ്റീവ്. ഹി ഫീൽസ് ദി ചിൽഡ്രൻ ആർ നോട്ട് അറ്റ് ഓൾ ഹെൽത്തി. അതായത് കുട്ടികൾ ഹെൽത്തി ആയിട്ട് ഓദറിന് ഫീൽ ചെയ്തില്ല. കാരണം ഓദർ വരുമ്പോൾ തന്നെ ഒരു പെൺകുട്ടി കണ്ണിനെന്തോ കുഴപ്പമായിട്ട് ഒരു പെൺകുട്ടിയെ ഒരു ആൺകുട്ടി കൈപിടിച്ച് നടത്തുന്നത് കണ്ടതാണ്. ഹി സോ 2 or 3 സെയിം കൈൻഡ് ഓഫ് ചിൽഡ്രൻ വാക്കിംഗ് അണ്ടർ ദി വിൻഡോ. അപ്പോൾ ഓദർ അത് മിസ് ബീമിനോട് പറയാണ്. മിസ് ബീം ഷീ ലോഫ്ഡ്, അവർ ചിരിക്കുകയാണ്. ഓ നോ, ഷീ സെഡ്, ഷീ ഈസ് നോട്ട് ലെയിം റിയലി. ദിസ് ഈസ് ഓൺലി ഹർ ലെയിം ഡേ. Nor are those others blind. It is only their blind day. I must have looked very much astonished, for she laughed again. There you have an essential part of our system in a nutshell. In order to get these young ones to appreciate and understand misfortune, we make them share in misfortunes too. In the course of the term, every child has one blind day, one lame day, one deaf day and one dumb day. During the blind day, their eyes are bandaged and it is a point of honor not to peep, and bandage is put on overnight. They wake up blind. This means that they need assistance in everything, and the other children are told to help them and lead them about. It is educative to both of them, a blind and the helpers. Okay, here we can see that she is explaining വാട്ട് ഈസ് ദി സ്പെഷ്യാലിറ്റി ഓഫ് ഹർ സ്കൂൾ. പറയാണ് ആ കുട്ടികളൊന്നും ശരിക്കും കണ്ണ് കെട്ടിയിരിക്കുന്ന കുട്ടി ശരിക്കും അന്ധയല്ല, അതുപോലെ കണ്ണിന് കംപ്ലൈൻ്റ് ഉള്ള കുട്ടിയല്ല, അതുപോലെ കാല് മുടന്തായിട്ട് നടക്കുന്നവരൊന്നും കാലിന് കംപ്ലൈൻ്റ് ഉള്ള കുട്ടികളല്ല. പകരം അത് അവരുടെ ആ ദിവസമാണ്. ബ്ലൈൻഡ് ഡേ, ലെയിം ഡേ, ഡംബ് ഡേ എന്നുള്ള ഓരോ ദിവസം ആ സ്കൂളിൽ ഓരോ കുട്ടികൾക്കും ഓരോ ദിവസം ഉണ്ടായിരിക്കും. ഇതാണ് ദീസ് ആർ ദി എസെൻഷ്യൽ പാർട്ട് ഓഫ് ദയർ സിസ്റ്റം. അതായത് ഈ കുട്ടികളിൽ മറ്റുള്ളവരുടെ ഇങ്ങനത്തെ ദൗർഭാഗ്യങ്ങളെ അതേപോലെ മറ്റുള്ളവർക്കുണ്ടാകുന്ന ഈ വേദനകളെ മനസ്സിലാക്കാൻ ഇങ്ങനെ ഒരു ദിവസം ഓരോ കുട്ടിക്കും ആ അവരുടെ സ്കൂളിലുണ്ടായിരിക്കും. അതായത് ഒരു ദിവസം ബ്ലൈൻഡ് ഡേ ആയിരിക്കും, ഒരു ദിവസം ലൈം ഡേ ആയിരിക്കും, ഒരു ദിവസം ഡെഫ് ഡേ, അത് ചെവി കേൾക്കാത്ത ദിവസമായിരിക്കും, ഒരു ദിവസം ഡം ഡേ ആയിരിക്കും. അങ്ങനെ ഒരു കുട്ടിക്ക് നാല്
4 ദിവസങ്ങൾ ഇതുപോലെ ഉണ്ടായിരിക്കും. അപ്പോൾ ഡം ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റാത്തത്, ഡെഫ് എന്ന് പറഞ്ഞാൽ ചെവി കേൾക്കാനാവാത്തത്, മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ദിവസം എങ്ങനെയാണ് ബ്ലൈൻഡ് ഡേയുടെ തലേദിവസം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ബാൻഡേജ് ഈസ് പുട്ട് ഓൺ ഓവർ നൈറ്റ്. രാത്രി തന്നെ ആ കുട്ടിയുടെ കണ്ണിൽ ബാൻഡേജ് കെട്ടും. വെൻ ദേ വേക്ക് അപ്പ് ബ്ലൈൻഡ്, ദേ ആർ വേക്ക് അപ്പ് ബ്ലൈൻഡ്, അവർ എഴുന്നേൽക്കുന്നത് ബ്ലൈൻഡ് ആയിട്ടായിരിക്കും. അപ്പോൾ അവരെ സഹായിക്കാനായിട്ട് അസിസ്റ്റൻസിന് വേറൊരു കുട്ടി ഉണ്ടായിരിക്കും. ആ കുട്ടി ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു കുട്ടി ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് എഡ്യൂക്കേറ്റീവ് ടു ബോത്ത് ഓഫ് ദം. രണ്ടുപേർക്കും അതൊരു പാഠമായിരിക്കും. എങ്ങനെയാണ് ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ആളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതും എങ്ങനെയാണ് ബ്ലൈൻഡായ ആൾക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്നുള്ളതും രണ്ടുപേർക്കും മനസ്സിലാക്കാനായിട്ട് ഈ ദിവസം സഹായിക്കും എന്നാണ് മിസ് ബീം എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, മൂവ് ടു 7th paragraph. Everyone is very kind, Miss Beam continued, and it is really something of joke. Although, of course, before the day is over, the reality of disability becomes clear even to the least thoughtful. And the blind day is, of course, really the worst. But some of the children tell me that dumb day is the most frightening. There, of course, the child must use willpower only because mouth is not bandaged. But come down into the garden and see for yourself how children like it. Then Miss Beam continued, and she said that everyone is very kind. Every children are adjusting and they are try to understand this situation. Sometimes they feel it as a joke, but of course it is not joke. Their reality of disability becomes clear at least thoughtful people also. അതായത് ഈ ഒരു ഡിസബിലിറ്റി, അതായത് ഒരാളുടെ ഒരു ഇങ്ങനെയുള്ള ഒരു വികലാംഗൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് കുട്ടികൾക്ക് ആ ദിവസം അവസാനിക്കുമ്പോഴേക്കും മനസ്സിലാവും. അതുകൊണ്ട് അവരുടെ ആ ഒരു ബുദ്ധിമുട്ടിനെ പറ്റി കുട്ടികൾക്ക് കൂടുതൽ മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യം പിന്നീട് വരികയില്ല. അതായത് ചില കുട്ടികൾ പറയുന്നത് ബ്ലൈൻഡ് ഡേ അല്ല, ഡം ഡേ ആണ് ബുദ്ധിമുട്ട് എന്നാണ്. അതായത് അവർ ഡം ഡേയുടെ സമയത്ത് അവരുടെ വിൽ പവറാണ് ഉപയോഗിക്കേണ്ടത്. അതായത് മൗത്ത് ഒരിക്കലും ബാൻഡേജ് ചെയ്യില്ല, അതായത് വായുടെ ഭാഗം ഒരിക്കലും അവർ മൂടി കെട്ടാറില്ല. അവരവരുടെ വിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് ആ ദിവസം മുഴുവൻ, അതായത് അത് സംസാരിക്കാതിരിക്കുക എന്നുള്ളത് ആ കുട്ടികൾ ആ ദിവസം മുഴുവൻ അത് കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. ചില കുട്ടികൾ പറയും ബ്ലൈൻഡ് ഡേ ആണ് ബുദ്ധിമുട്ടെന്ന്, ചിലവർ പറയും പക്ഷേ it's more difficult is this dumb day. Okay, but anyway Miss Beam continued that the children like this. Okay, we can move to next paragraph. Miss Beam led me to one of the bandaged girls, a little merry thing. Here is a gentleman come to talk you, said Miss Beam, and left us. Don't you ever peep? I asked by way of an opening. Oh no, she exclaimed. That would be cheating. But I had no idea it was awful to be blind. I can't see a thing. One feels one is going to be hit by something every moment. Sitting down is such a relief. Then Miss Beam took him to one of the bandaged girls, a small girl. Then this other asked her, do you ever peep? എപ്പോഴെങ്കിലും ഒളിഞ്ഞു നോക്കാറുണ്ടോ? അപ്പോൾ ആ കുട്ടി പറയാണ് നോ. ഷീ സെഡ് നോ ആൻഡ് സെഡ് ഇറ്റ്സ് എ ചീറ്റിംഗ് ആൻഡ് ബട്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ബി ബ്ലൈൻഡ്. ബ്ലൈൻഡ് ആവുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എവറി ടൈം വി ഫീൽസ് വി ആർ ഗോയിങ് ടു ബി ഹിറ്റ് ബൈ സംതിങ്. അതായത് നമ്മൾ എന്തിലെങ്കിലും എപ്പോഴും നമുക്ക് തോന്നും നമ്മളിപ്പോൾ വീഴാൻ പോവുകയാണ്, എന്തിലെങ്കിലും തട്ടുക അല്ലെങ്കിൽ ഏതെങ്കിലും കുഴിയിൽ വീഴുക എന്നത് എപ്പോഴും നമുക്ക് തോന്നിക്കൊണ്ടേയിരിക്കും. സോ ഇറ്റ്സ് വെരി ടെറിബിൾ തിങ് ആൻഡ് ഇറ്റ്സ് ബെറ്റർ ടു സിറ്റ് എനിവർ. എവിടെയെങ്കിലും ഇരിക്കുകയാണ് ഏറ്റവും എളുപ്പം എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. ഓക്കെ, ദിസ് മച്ച് അബൌട്ട് ദിസ് ചാപ്റ്റർ. വി ക്യാൻ കണ്ടിന്യൂ നെക്സ്റ്റ് ക്ലാസ്. Go through the chapter very well and study the meaning. Okay.